जिंदा കാതോട് കാതോരത്തിന്റെ ലൊക്കേഷൻ. अब बता रहा है. दिखाइए मम्मूटी को ये. अच्छा ये मम्मूटी. എനിക്ക് അയാളുടെ ആ ഇരിപ്പും ചാടൊന്നും തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അന്നത്തെ തലപ്പിൽ എനിക്ക് തോന്നിയൊരു ചോദ്യം, മലയാള സിനിമയില് എനിക്കെതിരെ ശബ്ദിക്കാൻ പോലും ആരും ഭയക്കുന്ന കാലമാണത്. എനിക്ക് നല്ല ഇതല്ലേ നിങ്ങൾ അന്വേഷിക്കുന്ന ആ പെൺകുട്ടി? എന്റെ 3-4 എപ്പിസോഡിന്റെ കണ്ടന്റാ. ओ इसी तरह कुछ करवाएगा भी. അതിൽ രേഖയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ ഷൂട്ടിംഗ് ടൈമിൽ എപ്പോഴെങ്കിലും കണ്ടതായിട്ട് ചേച്ചി ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു കുട്ടി അതിലുണ്ടായില്ലല്ലോ. ഉറപ്പാണോ? ആ ഉറപ്പാണ്. ഏതെങ്കിലുമൊക്കെ സെറ്റിൽ വെച്ച് നമ്മൾ കാണേണ്ടതല്ലേ. सूट पे गायब हो गई होगी फिर वो. अच्छा इसका पापा फोन कर रहा है इसमें. अच्छा कुछ बता रहा है. ഞാനും തോമത്തിന് സിനിമ മുഴുവനും കണ്ടു. फिल्म में है नहीं. अच्छा അവരൊരു കന്യാസ്ത്രീ. अच्छा ओरियन में नाम है. चर्च में जा रहा है पता करने. तो फिल्म का हिस्सा नहीं थी तो आई क्यों तो फिर वहाँ अच्छा पीछे थी. फिर मिलने आए फिर किसी से ऐसा लगता मुझे. മദർ हो सकता है वो मम्मूटी को देखने आएगी या ये ये पहचानती होगी जरूर. സിനിമയിൽ നടിയായിരുന്നു. ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു അസ്ഥികൂടം അത് രേഖയുടേതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. अब बताएगी. इसको पता होगा जरूर उसके बारे में. നമുക്കും പോയാലോ? ഞാനില്ല, മദറിനെ പിന്നെ തീർന്നു. अच्छा ये भी नंती. अच्छा तब गए थे ये लोग. तो ये अकेले गई थी क्या? ആദ്യമായിട്ടാണോ? പുതിയ ആളാ. अच्छा मम्मूटी आ गया. मुझे खाना छोड़ दिया. ड्रेस पट गई. अब दिखाएंगे क्या चेहरा? दिखा नहीं रहे ना. है दिखा दो भाई. पर मम्मूटी तो नहीं है ना. रियल मतलब उन्हीं की रास्ते दिखने वाला कोई. डुप्लीकेट है कोई. जा नहीं पाई. അല്ലെങ്കിൽ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. अच्छा ഈ കണ്ണുമൂക്ക് ഇല്ലാതെ നടക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒന്ന് തയ്ച്ചു. बिजी हो रहा आदमी टेलर. अच्छा अब इसके पास जाएगी वो, स्नान के पास. സിസ്റ്ററെ, എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുപകാരം? इनके साथ तो नहीं है ये. इनके साथ होती तो फिर अलग जानते नहीं है. अच्छा ये कह रही हमें भी अपने साथ ना. എനിക്ക് മമ്മൂട്ടിയെ കാണണം. നീ എന്നെ പുള്ളിയെ പരിചയപ്പെടുത്തി തരുമോ? खुद ही नहीं मिल पाई. ഇല്ലേ? ഉണ്ടാവും. ये सब आर्टिस्ट हैं. और लड़की भी आ गई. ഇത്ര നേരത്തെ വരുന്ന
വിചാരിച്ചില്ല. എന്തേ തിരക്കുണ്ടോ? എനിക്കെന്ത് തിരക്ക്. പക്ഷെ മമ്മൂട്ടി ഇപ്പോൾ ഷൂട്ട് सिटर कर रही हैं और भाई അപ്പൊ ഇത് ചേട്ടനല്ലോ എനിക്ക് തയ്പ്പിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒപ്പിച്ചു. ആഹാ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിലേ പിന്നെ ഞങ്ങൾ वो अलाउ नहीं है वो कपड़ा. उन्होंने खुद दिया था ना अपने कपड़े. प्रैक्टिस हो रही है. നിനക്ക് കന്യാസ്ത്രീ വേഷം നന്നായിട്ട് ചെയ്തു. പടക്കം എനിക്ക് മമ്മൂട്ടി ചേട്ടൻ്റെ നായികയാവണം. മമ്മൂട്ടി ചേട്ടനോ? കൊള്ളാലോ നീ. നിന്റെ ചേട്ടനാണോ മമ്മൂട്ടി? മറുപടി വല്ലതും കിട്ടിയോ? നീ ആ പാട്ട് പറഞ്ഞ കൂട്ടത്തിലല്ലേ? വന്നപ്പോ തൊട്ട് ചുറ്റി കറങ്ങി നടക്കാണല്ലോ. ആ മാല മാറ്റി ഈ മാലട്ടെ. कैसे कर लो. ഒരു മാല മാറിയതിന് ഇത്രയൊക്കെ വഴക്ക് പറയണോ? രാവിലെ അവരെന്നെ എനിക്ക് ആ മാല തന്ന്. ഓട്ടോഗ്രാഫ് വാങ്ങി തരാന്നൊക്കെ ഞാൻ സിസ്റ്റർ ഉടുപ്പിട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞ. ഞങ്ങൾക്കൊന്നും പുള്ളിയുടെ आगे मम्मूटी. वो तो वापस जा रहे हैं. നിനക്ക് നിന്റെ മമ്മൂട്ടി ചേട്ടനെ കാണണോ? यही मिलवाएगी सर. कैसे मिलवाएगी? सर डायरेक्टली जाएगी सर. അപ്പൊ നോക്കാം. अच्छा उसकी बुराई खींचने रिपोर्टर लगी. കഥകളിലെ പാളിച്ചകളാണോ അതോ താങ്കൾ ഒരു താരമാകാൻ ശ്രമിക്കുന്നതാണോ പരാജയങ്ങൾക്ക് കാരണം? अच्छा तभी उठ के गया था वो. जब तक आए थे तब तक चले गए. पहली बार देखा उसने नजदीक से ना. വീട് എവിടെയാണെന്നോ അങ്ങനെ എന്തെങ്കിലും മദറിനോട് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഫാമിലിയെ പറ്റി സംസാരിക്കാൻ അവൾ വലിയ മമ്മൂട്ടിയെ കാണാൻ പിന്നെ ഞങ്ങൾ പോയില്ല. ഉച്ചയാവുമ്പോ ഞാൻ अच्छा लंबे टाइम तक साथ रही मतलब ये. बाकी इसके बाद ये. ആരും ഞാൻ പോയിട്ട് अबे अकेले लेट तो नहीं हुई. आगे. आगे मम्मूटी है. നമ്മൾ അത് അടുത്തേക്ക് പോയി പോവാണ്. ഉണ്ടെങ്കിൽ Clap in. क्या हो गया? बिजली कड़कन कर दी. ओहो बारिश होने वाली है. सेट. तो दीदी आप तो काफ़ी सारे वो रहते हैं उनके पास तरीके में. രേഖ അടുത്ത നിന്റെ ഈ കഷ്ടപ്പാടിന് എല്ലാത്തിനും ഫലം ഉണ്ടാവും. എല്ലാരും അറിയുന്ന ഒരു നായികയായിട്ട് നീ മാറും. നിനക്കിനി ഷൂട്ടിംഗ് ഇല്ലല്ലോ? മഠത്തിലേക്കൊക്കെ ഞാൻ എങ്ങനെയാ സിസ്റ്റർ? എന്റെ കോൺവെന്റ് ഇവിടെ അടുത്ത്. वही. ദേവത ഞാൻ അറിയാത്തൊരു ജൂനിയർ ആർട്ടിസ്റ്റ് കൊച്ചേ. ഞാൻ രേഖയെ കൂട്ടി മഠത്തിലേക്ക്. अच्छा गवर्नमेंट आ गई थी. इसे तो शूटिंग पे रहना चाहिए था नहीं. वो तो शूट कर रहे थे. क्या पता उसमें ये नहीं होती ना. സിസ്റ്റർ എലിസബത്ത്, പിന്നെ നമ്മുടെ സിസ്റ്റർ കുഞ്ഞുങ്ങൾ. ഇത് തങ്കമ്മ ചേച്ചി. തങ്കമ്മ ചേച്ചി, പുഷ്പ എവിടെ? പുഷ്പ മുകളിൽ മുറി. जब यहाँ आ गई थी तब क्या हुआ इसके साथ रहेंगे. यहाँ तो सेफ है सब कुछ. ചമ്മന്തി.
ചിലപ്പോൾ പാതിരാത്രി ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ടൂണിൽ മമ്മൂട്ടി ചേട്ടൻ പാടുന്നേക്കാം. മമ്മൂട്ടിയല്ല പെൺ. अरे सॉरी. अच्छा यहीं से तो लेके गए थे वो उसके लाश को, तो मतलब यही कुछ हुआ. ആരും സിസ്റ്ററിനെ പോലെ ഇങ്ങനെ സ്നേഹത്തോടെ ഒന്നും പെരുമാറിയിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് സിനിമയിലൊരു पता नहीं क्या हुआ. അങ്ങോട്ട് പോവാം. സുഖമായിട്ട് ഉറങ്ങിക്കോ. सो गई थी ये. ഗുഡ് നൈറ്റ്. चोरी भी. ओ भयंकर की. ഇഷ്ടപ്പെട്ടത് വലിയൊരു वो पहले തുകയായിരുന്നു. के भाग गई. പ്രൊവിൻഷ്യൽ ജനറൽ എൻക്വയറിക്കായി മഠത്തിലേക്ക് വന്നു. ഒരു इसको निकाल देगा. अच्छा. about her ever since. ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ടും പോലീസിൽ പരാതിപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? നന്നായിട്ട് ചാരിറ്റബിൾ ആക്ട് ഫ്യൂച്ചർ ഡൊണേഷൻസ്. അതുകൊണ്ട് അന്നത്തെ SI വിവരങ്ങളൊന്നും പുറത്തു പറയില്ല എന്ന് മദറിന് ഉറപ്പ് കൊടുത്തു. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. അഴുകിത്തീരേണ്ട ഒരു അസ്ഥികൂടം പുറത്തു വന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചത്. പക്ഷേ इसने जो भी कुछ बताया है पता नहीं पूरा बताया कि नहीं बताया. कि अब बता सच दो, भी आधा है तो कि बताया. नहीं है. हाँ ये हो सकता नहीं, क्योंकि ऐसे किसी जगह से तो लेके जा रहे थे, उस लड़की को नहीं लेके जा रहे थे. चर्च के पास. അതെ സർ, ഇവിടെ. ജേക്കബ്, ഇതുവരെ നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവരുടെ ഫോട്ടോസ് ഒരു 10 ദിവസത്തിനകത്ത് കിട്ടും. ഓക്കെ, यही पता चल गया ने. ഒരു മലക്കപ്പാറ കോൺവെന്റ് ഉണ്ടായിരുന്നു. ഈ രാജേട്ടൻ സ്ഥിരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് कैसे രാവിലെ पता चला എങ്ങോട്ടേക്കൊക്കെ वो? പുറപ്പെടും. नजर रख रहा होगा कि पता कहाँ कहाँ जा रहा है. ഇവന്റെ പേരില രാജേന്ദ്രൻ किसी की वाइफ है यार ये तो. ആ വില്ല് ഞാൻ കണ്ടത്. ഇത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ദിസ് ഇസ് മീഡിയ പ്ലാൻ. പെൺകുട്ടിയാണ് രേഖ. ഇപ്പോ അവളൊരു നടിയായിരിക്കും, ചിലപ്പോ ഒരു മോഷ്ടാവായിരിക്കും. इसकी मदद ले रहा है. उसी में जा रहा है जहाँ शूटिंग हुई थी. സിസ്റ്റേഴ്സിലെ മിക്കവരും മരിച്ചു. चर्च ही तो है. ബാക്കിയുള്ളവര് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. ഞാൻ കഴിയാനിട്ട് മഠത്തിന്നേ പോയി. തങ്കമ്മ ചേച്ചിയും ബേബി ചേട്ടനും മരിച്ചു. പക്ഷെ അവരുടെ മകൻ ഇപ്പൊ ആലപ്പുഴയിലുണ്ട്. രേഖയാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാണാതെ ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ആളെന്ന നിലയിൽ ഇനി മദറിനെ ഐ വോണ്ട് ടു നോ ഹു ഈസ് ഷീ. अब एड्रेस दिया है उस पे जाएगा भैया. ഹലോ സർ, ഈ രാജേന്ദ്രനെ വിളിച്ച സജീവൻ എവിടെയാണെന്ന് പറഞ്ഞു? അത് लंजितारा. अच्छा, सजीवन भी लंजितारा था. अब ये रिकॉर्ड कर रही है. ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്ന പെൺകുട്ടിയായിരുന്നു രേഖ. സജീവൻ यहाँ छुपा हुआ है. 4-5 लोग हैं तो. भी हो तो 2 लोग हैं. अच्छा, तोड़ दिया. रियल वाली फाइट दिखा रही है. उनसे पूछताछ करेंगे. നീ അയൽക്കൂട്ടത്തിലെ കടമൊക്കെ തീർത്ത സ്വർണ്ണമൊക്കെ തിരിച്ചെടുത്തില്ലടാ. എവിടെ നിന്നടാ പൈസ? ओ സാറേ, ഇവന്റെ ചാച്ചനും രാജേന്ദ്രനൊക്കെ കൂടെ ഒരു പെണ്ണിനെ എടുത്തോണ്ട് പോകുന്നത്. अच्छा अच्छा, यही थे वो दोनों बच्चे जो स्टार्टिंग में दिखाए थे ना. അഭിനയിച്ചല്ലോ. ഞാൻ കണ്ടല്ലേ
ऐसा लग रहा है कि फिल्म में काम कर रहे हो। हाँ बिल्कुल लास्ट ले आ रहे थे वो। लास्ट नहीं थी, जिंदा थी वो। हाँ जिंदा। उसी रात की बात है ये। उससे ये बोला था मैंने। ഏതാ സിനിമ? കാതോട് കാതോരും. ആ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനൊരു സീൻ ആ കഥയിലേ ഇല്ലെന്ന് വലുതായപ്പോഴാണ് സാറേ എനിക്ക് മനസ്സിലായത്. പിന്നീട് ये कौन है? ചാച്ചനൊന്ന് വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നു. പച്ചക്ക് ചോദിച്ചാൽ ചാച്ചനൊന്നും പറയത്തില്ല. जिसने पूछताछ थी वो है क्या? അന്ന പെങ്കൊച്ചിനെ ആരെ കൂടെ കൊണ്ടുപോയെ? चाचू कॉल रहा है उगल मारे। ഓക്കെ അച്ഛനാ, ഓക്കെ അച്ഛൻ. എന്നതാണ് അവിടെ നടന്നത്? അവിടെ നിന്ന് शराब पे ആ ना പൈസ വല്ലതും ബാക്കിയുണ്ടാന്ന്. ഇല്ലടാ, ഒന്നുമില്ലടാ, अच्छा पैसे चाहिए थे हमें। ഒന്നുമില്ല. പെട്ടെന്നും അവർ കുറച്ച് പൈസ കിട്ടിയെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. രാജനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല സാറേ. ഒരു പഴയ ഫോൺ മേടിച്ച് കള്ള സിം ഇട്ട് ഞങ്ങളെ അയാളെ വിളിച്ചു. എൻ്റെ പേര് പറഞ്ഞില്ല. അത് ചാച്ചൻ മരിച്ചോണ്ടായിരിക്കും. उसके डैड का नाम नहीं लिया उसने, राजू ने। നീയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും. ആ പറയാം സാറേ. പറഞ്ഞോളാം സാറേ, ഉറപ്പായിട്ടും പറഞ്ഞോളാം. കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കാലിലും ഒരു കൊലുസുണ്ടായിരുന്നു. അന്വേഷണത്തിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇവന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും നമുക്ക് അന്നത്തെ ആ പെൺകുട്ടി രേഖയാണ്. എനിക്ക് ഉറപ്പുണ്ട്. ये है इसके അതിപ്പോ साथ। നമുക്കൊരു സാക്ഷിയുണ്ട്. അന്നത്തെ മക്കച്ചനാണ് ഇന്നത്തെ വിൻസെന്റ്. अच्छा विंसेंट कर दिया उसने अपना नाम। 2 ഷെഡ്യൂളായിട്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. इन्वेस्टिगेशन कर रही है लड़की भी है। पेपर में छप गया, क्या छपा हुआ? अच्छा अच्छा छप गई वो कवर छाप दिया उसने अखबार में। उसका इंटरव्यू छाप दिया जिसका लिया था उसने। अब शौक में हो जाएगा वो आदमी। ബിനുവിന്റെ വീടല്ലേ? ബിനുവിടെ അങ്ങോട്ട്. कई उन लोगों ने मार दिए। അപ്പോത്ത് पिनू को मार दिया शायद। पहले उन्होंने उसे मारा था। मार दिया उसे। देखो उन्हें सब पता चल रहा है इसके बारे में। हाँ वो नजर रख रहे हैं ना इस पे। वो लग रहा है लोकेशन ट्रैक कर रहे हैं उसके ना। हाँ ट्रैकर तो लगा रखा कहीं से गाड़ी में। वही आदमी करवा रहे थे ना। पहले उसे मरवाया उन्होंने, वही शराबी था जो, अब इससे मरवा दिया। किसे कर रहा था? उसे दोस्त को मरवा दिया। ये दूसरा है ना। हाँ फोटो देख रहा है। क्यों, क्या दिखा से? ये कौन है? वही होगा शायद वो। ये है वो। എവിടെ പോയതാ? ओ वही आदमी है। अच्छा ये है फ्रांसिस। 85 കാതോട് കാതോരം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് बाप के पास जा रखा। നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉൾപ്പെട്ട ഒരു ഫോട്ടോ ആണിത്. ഫ്രാൻസിസ്, ഞാനൊരു കഥ പറയാം. നടക്കുന്നത് തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ച് ലൊക്കേഷനിലും പിന്നീട് മഠത്തിലും എത്തിയ
നിങ്ങളന്ന് കുഴിച്ചിട്ട चोरी രേഖ तो എന്ന कर नहीं പെൺകുട്ടി सकती वो, ഇന്ന് നിങ്ങളെ क्यों नहीं किया പിന്തുടരുകയാണ് होगा? അവൾ വന്നുപോയ